നോക്ക് കൂട്ടുകാരെ, ഞാൻ ഓർഡർ ചെയ്ത എന്റെ ഹെലികോപ്റ്റർ ഇതാ വന്നു. എന്റെ അമ്മോ, ഇത് ശരിക്കുള്ള ഹെലികോപ്റ്റർ ആണല്ലോ. ഉറപ്പായിട്ട് കൊറിയർകാരന് സാധനം മാറിപ്പോയതാ. എന്നിട്ട് ഹണിക്ക് ഹെലികോപ്റ്റർ മാറ്റി കൊടുത്തു. സാധാരണ ഗാർഡനുകളിലെ ഇതുപോലുള്ള ഹെലികോപ്റ്ററുകള് സ്വാഭാവികമാണ് കൊച്ചലിയ. എടാ ഹണി, ഈ ഹെലികോപ്റ്റർ ഗാർഡനിൽ വെക്കാൻ പറ്റില്ല. ഹണിയാണ് ഇത് വരുത്തിയത്. അതിന്റെ സന്തോഷത്തിലാ. ഇനി തിരിച്ചു കൊടുക്കാനും പറ്റില്ല. ഇതിന് ഏതെങ്കിലും മൈതാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതാ. ആ കൊറിയറുകാരൻ ചതിച്ചല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എനിക്ക് തരേണ്ട ഹെലികോപ്റ്റർ വേറെ ആർക്കോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഹെലികോപ്റ്റർ എനിക്ക് തന്നിട്ട് പോയി. ഇനി എന്റെ ശരിക്കുള്ള ഹെലികോപ്റ്റർ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? മുതലാളിമാരെ, രണ്ടുപേരും കൂടി ഞങ്ങളൊന്ന് തള്ളി സഹായിക്കും. ഓക്കേ. അയ്യോ ക്ഷീണിച്ചേ. നോക്കിയേ, ഈ ഹെലികോപ്റ്ററിൽ പിയാനോ ഉണ്ടല്ലോ. നോക്കിയേ, ഒരുപാട് സ്വിച്ചുകളുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ? എന്റെ അമ്മോ, ഈ ഹെലികോപ്റ്റർ പറക്കുകയാണല്ലോ. സരിഗമയ്ക്ക് പകരം ഈ പട്പടുന്ന സൗണ്ട് എവിടെന്നാണ് വരുന്നത്? ഒന്ന് നിൽക്ക് ഹണി, ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്ക്. അയ്യോ, ഹണി, ഹെലികോപ്റ്റർ ഓണായിരിക്കുകയാണ്. ഞാൻ ഹെലികോപ്റ്റർ ഓടിക്കാൻ പഠിച്ചു. ഈ ഹെഡ്ഫോൺ വെച്ചോ കർത്ത. നമുക്ക് ഏതായാലും പാട്ട് കേട്ടുണ്ടെന്നെ ഈ ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് പോവാം. ഇനി ഒരിക്കലും സ്കൂട്ടർ കൊണ്ട് ഞാൻ ഹെലികോപ്റ്ററിനെ വലിക്കില്ല. എന്തിനാ ഞാൻ സ്കൂട്ടർ തന്നെ ഇരിക്കില്ല. അവരെങ്ങോട്ടാ പോയത്? ആ കഴുത ഹെലികോപ്റ്റർ കൊണ്ട് എങ്ങോട്ടോ പോയി. അത് തൂങ്ങിക്കിടക്കുന്ന സോർദാറിന്റെ അവസ്ഥ എന്തായോ എന്തോ. സംശയമുണ്ടോ? എന്റെ ഹെലികോപ്റ്റർ എവിടെയാണാവോ ലാൻഡ് ചെയ്തിരിക്കുന്നത്? സിറ്റി മൊത്തം നോക്കിയിട്ട് കണ്ടുപിടിക്കാനായില്ലല്ലോ. അയ്യോ സോറി ചേട്ടാ, ഇതാ പിടിച്ചോ നിങ്ങളുടെ ഹെലികോപ്റ്റർ. കുഴപ്പമില്ല കുട്ടികളെ. ഇനി ഗീർ എനിക്ക് തന്നേക്ക്. ഇനി ഞാൻ ഓടിച്ചോളാം. ആദ്യം നീ എന്നെ കണ്ടു പഠിക്കേ, അതിനുശേഷം ഞാൻ പിന്നീട് ആലോചിക്കാം നിനക്ക് എപ്പോഴാ ഓടിക്കാൻ തരണ്ടേന്ന്. ഞാനാണ് സ്പീഡ് കുറച്ചത്. എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളോട് മഹാരാജാവ് ചൂർണ സിംഗിന്റെ കഥയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രേതം കുട്ടികളെയൊക്കെ പേടിപ്പിച്ച് അവരുടെ മരുന്നും ചൂർണൊക്കെ എടുത്ത് തിന്നോത്രേ. ഇതുപോലുള്ള പേടിപ്പിക്കുന്ന കഥകൾക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാണൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഹണിയുടെ അഡ്വഞ്ചർ. എല്ലാരും വന്നേ, അടുത്തേക്ക് വാ. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ, എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് പേടിപ്പിക്കുന്നത്. കൂട്ടുകാരെ, അടിപൊളി, അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മുടെ ഹൊറർ വീഡിയോക്ക് ഇപ്പൊ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പ്രേതകഥ കണ്ടെത്തണം. പൂവിൽ നിന്നും തേൻ കുടിക്കുന്നു വണ്ട്. മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിൽ പ്രേതങ്ങളുണ്ട്. അടികൈ. അതെ, ആ കൊട്ടാരം നമ്മുടെ അടുത്ത വീഡിയോക്ക് പറ്റിയ സ്ഥലമാണ്. മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതകഥകൾ വളരെ ഫേമസ് ആണ്. പക്ഷെ വീഡിയോക്കുള്ള ഐഡിയ കണ്ടുപിടിക്കണ്ടേ? ശരിക്കുള്ള പ്രേതം നമ്മളുടെ വീഡിയോക്ക് വേണ്ടി വരില്ല. വേവിക്കാൻ ഉരുളക്കിഴങ്ങ് വെച്ചാൽ നീട്ടിയടിക്കും കുക്കർ. മഹാരാജാവിന്റെ പരിചാരകന്റെ റോളിന് വേണ്ടി റെഡിയാണ് 2 ആക്ടർ. അടികൈ. കന്നാ സാറേ, അവരോട് പറയണം മഹാരാജാവ് രഞ്ജിത്തിന്റെയും രാമുക്കാക്കയുടെയും വേഷത്തിൽ വരാൻ. ഇന്ന് രാത്രിയാ പറ്റിയ സമയം. ഡ്രസ്സിന്റെ കാശ് ഞങ്ങൾ പിന്നീട് അവർക്ക് കൊടുത്തോളാം. എന്റെ പിള്ളേരെ, അമ്പലത്തിൽ പോയാൽ പ്രസാദം തരും. ഡോണ്ട് വറി, അവരുടെ ഡ്രസ് അവരിട്ടോണ്ട് തന്നെ വരും. എന്തിനു വൈകിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം.
കണ്ടില്ലേ ഞാൻ എങ്ങനെ ഇടിച്ചുവെന്ന്? ആ കണ്ടു, നീ എന്നെ തന്നെ ഇടിച്ചത്. ഇനി ഞാൻ എങ്ങനെ ഇടിക്കാൻ പോകുന്നത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ ജോർദാറെ. ചിന്ന പിടിച്ചോ, ഇതാണ്. വലിയ എന്താ ഈ കാണിക്കുന്നേ? ഓ ഞാൻ ജയിച്ചേ. താങ്ക് യു അളിയ, എന്റെ പുന്നാര അളിയനാ. ഹണി, നീ എന്തായി ആലോചിക്കുന്നേ? ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ചാലേ കളിക്കുന്ന ഹെലികോപ്റ്റർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ അത് ആ ഡെലിവറി ബോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അയാൾ ഇനി അത് അയാളുടെ മോന് വല്ലയിടത്ത് കൊടുത്തിട്ടുണ്ടാവോ. മോനി അത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എല്ലാരും ഇംപ്രസ് ആയി കാണും, ചിലപ്പം ഫേമസ് ആയി കാണും. മാത്രമല്ല അവനെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആക്കാനും സാധ്യതയുണ്ട്. ഒരു കാര്യം അറിയോ, സത്യത്തിൽ നീ ഇത്രയും ഉയരത്തിൽ ചിന്തിച്ചു കൂട്ടിയില്ലേ? അത്രയും ഉയരത്തിൽ ഹെലികോപ്റ്ററിന് പകരം അപ്പൊ ഇവർ വേറെ ആരുമല്ല, മഹാരാജാവ് രഞ്ജിത്തിന്റെ രാമു കാക്കയുടെ പ്രേതങ്ങളാണ്. കൊറോണ കൂടി എനിക്കും വരുന്നുണ്ട് പേടി. എന്റെ പിള്ളേര്, ഞാൻ ഈ വാള് വെച്ച പ്രേതത്തിനെ കൊല്ലും. കന്നാ സാറേ, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നേ? പ്രേതത്തിന് ആർക്കും കൊല്ലാൻ പറ്റില്ല. കന്നാ സാറേ, മഹാറാണിയുടെ വേഷത്തില് മഹാരാജാവിനോട് നിക്കാൻ പറ. ചിലപ്പോ അനുസരിച്ചാലോ, സംശയമുണ്ടോ? തടി കുറയ്ക്കാൻ ആളുകൾ ഉപയോഗിക്കും ഹണി. എന്നെ വെറുതെ വിടൂ, ഞാനാണ് അങ്ങയുടെ റാണി. അടികൈ. അയ്യോ, ഇതെന്റെ ഹെലികോപ്റ്റർ ആണല്ലോ. എന്റെ ഹെലികോപ്റ്റർ. ദേ പോകുന്നു ആ ഹെലികോപ്റ്റർ. വേഗം വാ, ആ ഹെലികോപ്റ്റർ താഴെ വീഴുന്നതിന് മുമ്പ് അവരെ നമുക്ക് രക്ഷിക്കണം. ഈ വല ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാ ഹെലികോപ്റ്ററിൽ വീഴുവോ? പോപ്പട്ടെ, നീ എന്തിനാ ഹണിയെ പോലെ സംസാരിക്കുന്നേ? എടാ, ഇത് ജോർദാറിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. അടിച്ചു പൊളിച്ചു തിമിർത്തു, ഇപ്പൊ ഞാനായി കഴുത. ഇതത്ര നല്ല കാര്യമല്ല, സംശയമുണ്ടോ? നോക്ക്, വീണു വീണു വീണു. രക്ഷപ്പെട്ടു. വാ വാ. വീണു വീണു, ദേ വീണു. രക്ഷപ്പെട്ടു. ഇത് എപ്പ വേണമെങ്കിലും താഴെ വീഴാം. നമ്മൾ തന്നെ അതിനകത്തേക്ക് കയറി അവരെ രക്ഷിക്കണം. കുറച്ച് ലെഫ്റ്റ്, കുറച്ച് റൈറ്റ്. ടാർഗറ്റ് ലോക്ക്ഡ്. ഫയർ. പോപ്പട്ടെ, നീ എന്താ ഇവിടെ? നീ വേഗം ചെന്ന് ഹെലികോപ്റ്റർ താഴെ ഇറക്കാൻ പറ. അയ്യോ, എനിക്ക് പറക്കാൻ കഴിയുന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗിയറെ പങ്കിട്ടെടുക്കാം. സാധാരണ നമ്മൾ ചോക്ലേറ്റ് പങ്കിട്ടല്ലേ എടുക്കാറുള്ളത്.
ഇത് എന്തായാലും ഭാവിയിൽ എന്റെ എല്ലുകൾ ഒടിയുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു. എന്നെ രക്ഷിക്കണേ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ, എന്താ ഇത്? ഇപ്രാവശ്യം എവിടെയാണ് മഹാരാജൻ വേദനിച്ചത്? ഹൃദയത്തിലാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഞാനാണ് മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതം. മാത്രവുമല്ല, ഞാൻ രാമു കാക്കയുടെ പ്രേതവുമാണ്. ഇവര് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണെന്നാ തോന്നുന്നത്. ഡ്രസ്സിൽ മാത്രമല്ല ക്യാരക്ടേഴ്സിലും കടന്നു വന്നിട്ടുണ്ട്. ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ശരിക്കും മഹാരാജാവ് രഞ്ജിത്തിനെ പോലെ തന്നെയുണ്ട്. പ്രേതങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ദാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്. പാറി നിൽക്കൂ, നമ്മെ പേടിപ്പിക്കരുത് പ്ലീസ്. അല്ല, ഇവർ ഫുൾ മൂഡിലാണെന്ന് തോന്നുന്നു. ദാ നോക്ക്, ഇനി നിങ്ങൾ അഭിനയിക്കേണ്ടത് ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. ഞങ്ങൾക്ക് സമയം ഒട്ടും തന്നെ ഇല്ല. അതെ, വരൂ നമുക്ക് തുടങ്ങാം. വേഗം ക്യാമറ ഓൺ ചെയ്യ്. അതെ ഹണി, നീ ദാ ഇവിടെ നിന്ന് പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു വരണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ അല്ല. നമ്മൾ ആരാണ് മഹാരാജൻ? കാലെടുത്ത് മാറ്റ്, കാലെടുത്ത് മാറ്റ്. മാപ്പ് തരണം മഹാരാജൻ, മാപ്പ് തരണം. കുഴപ്പമില്ല മിത്രമേ. ഇനി ഞാൻ ഇവരെ പ്രേതങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ കാണിക്കാം. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. എന്റെ ഹണി, നീ എന്താ ഈ കാണിക്കുന്നേ? ആക്ഷൻ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ആക്ഷൻ ചെയ്യുവാണ്. ഡിഷ്യം ഡിഷ്യം. ആക്ഷൻ പറഞ്ഞപ്പോ പഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ? ഇനി കട്ട് പറഞ്ഞ കടിക്കുവോ? അവന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. എന്റെ ദൈവമേ, ഹണി നീ പറഞ്ഞു തുടങ്ങിയേക്ക്. ഹലോ, ഞങ്ങളുടെ പുതിയ ക്യൂട്ട് ചാനലായ ഹണി അഡ്വഞ്ചറിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളുടെ പുതിയ എപ്പിസോഡ് മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ മഹാരാജാവ് രഞ്ജിത്തിന്റെ ജൽപ്പനകളെയും കൽപ്പനകളെയും കുറിച്ചുള്ള കഥകളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മഹാരാജാവ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ പരിചാരകനായ രാമുക്കാക്കയോടൊപ്പം എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് മഹാരാജാവ് രാമുക്കാക്കയുടെയും പിന്നെ അദ്ദേഹത്തിന്റെ പരിചാരകൻ രഞ്ജിത്തിന്റെയും പേര് വിളിച്ചത് മാറിപ്പോയി, ഹൃദയം വിങ്ങിപ്പോയി. പ്രേതം. ഇവർ നല്ല അടിപൊളി ആക്ടേഴ്സ് ആണല്ലോ. പ്രേതങ്ങളുടെ എൻട്രിക്ക് വേണ്ടി സ്വന്തമായി കയറും കൊണ്ട് വന്നിരിക്കുകയാണ്. കയറാണെങ്കിൽ കാണുന്നുമില്ല, പക്ഷെ പേടിപ്പിക്കുന്ന എല്ലാ എഫക്ട്സും പുറകെ വരുന്നുണ്ട്. കന്യാ സാറേ, സാർ ഒരുക്കിയ ആർട്ടിസ്റ്റ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പനിനീർ പൂവിന്റെ നിറം ചുവപ്പല്ല. ഞാൻ എന്റെ ടാലന്റിൽ ഒരിക്കലും അഹങ്കരിച്ചിട്ടേ ഇല്ല. അടികൈ. ഇദ്ദേഹമാണ് മഹാരാജാവ് രഞ്ജിത്ത്. പിന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ പരിചാരകൻ രാമു കാക്ക. മഹാരാജാവിന്റെ ഏറ്റവും അരുമയായ ദാസനാണ് ഞാൻ. കൊച്ചലി അതാ കണ്ടോ? ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ കണ്ണീന്ന് പ്രകാശം വർദ്ധിച്ചത് കണ്ടോ നീ? കൊള്ളാം, അടിപൊളി എഫക്റ്റ് ആണ്. നല്ല ലെൻസസ് ആണല്ലോ. 2-3 പ്രാവശ്യം ഇതേണക്കുള്ള എഫക്റ്റ് കിട്ടിയ വീഡിയോ പേടിപ്പിക്കുന്നത് തന്നെയാവും. നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. കൂട്ടുകാരെ, പ്രേതങ്ങളുടെ കാലുകൾ പുറകോട്ടായിരിക്കും. ഇവരുടെ കാലുകൾ നമുക്ക് തിരിച്ചു വെച്ചാലോ? അപ്പൊ പ്രേക്ഷകർ കുറച്ചുകൂടി പേടിക്കും. ദേ നോക്ക്, നിങ്ങളുടെ കാലുകൾ പ്രേതങ്ങളെ പോലെ പുറകിലോട്ടാക്കി വെക്കാമോ? കന്യാ സാർ കൊണ്ടുവന്നിരിക്കുന്ന ആക്ടേഴ്സ് വളരെ അടിപൊളിയാണ്. രണ്ടുപേരും തയ്യാറെടുപ്പോടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്ന ചില ആളുകളുടെ മനസ്സിലുണ്ട് നന്മ. ഇതാണ് സത്യത്തിൽ ഇവരുടെ ആക്ടിങ്ങിന്റെ മേന്മ. അടികൈ. എന്തായാലും സംഭവം കലക്കി. ഇനി റെക്കോർഡിംഗ് ചെക്ക് ചെയ്യണി. അല്ല കൊച്ചലിയ, ഇവർ രണ്ടുപേരും എന്താ ക്യാമറ കാണാത്തത്? കൂട്ടുകാരെ, എനിക്കും കാര്യങ്ങളൊന്നും ഈ പിടികിട്ടുന്നില്ല. ക്യാമറ എങ്ങനെ റിപ്പയർ ആയി പോയതാണോ? ബണ്ണി, അല്പം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്. ഇതാണ് മഹാരാജാവ് രഞ്ജിത്ത്. ഇനി ഇതാണ് അദ്ദേഹത്തിന്റെ സേവകൻ രാമു കാക്ക. മഹാരാജാവിന്റെ ഏറ്റവും അരുമയായ ദാസനാണ് ഞാൻ. അല്ല, ഡൈവിംഗ് ബോട്ട് തന്നെ ഇല്ലല്ലോ, പിന്നെങ്ങനെ ഇയാൾ ഡൈവ് ചെയ്തത്? വേഗം പുറത്തെടുക്ക്. എന്നെ പുറത്തെടുക്ക്. താങ്ക് യു.
പെട്ടെന്ന് ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് നീന്താൻ അറിയില്ല. അല്ല, സത്യത്തിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? പിണ്ടം മണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാൻ. എടാ, ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ആരാണെന്ന് അറിയില്ലേ? സാർ, അങ്ങേ മറക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എടാ, അവനെ അറിയില്ലെന്നാണ് ചോദിച്ചത്. അവരാണ് ചദ്ദു ചപ്രി. അത് ശരി, അദ്ദേഹത്തിന്റെ ബോഡിയാണ് ഞാൻ ഗാർഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ബോഡി ആര് ഗാർഡ് ചെയ്യും? നിക്കോടെ. എന്റെ പേര് ചദ്ദു ചപ്രി എന്നാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരിയാണ്. നാണുല്ലേ, താൻ എപ്പോഴും ചെരുപ്പ് ഇങ്ങനെ കയ്യിലാണോ ഇടുന്നത്? എടാ ചബരി, ഇന്നത്തോടെ നിന്റെ ചെപ്പലിന്റെ പണി ഞാൻ തീർക്കും. ഞാൻ പോയി. സോറി വലിയ, കുറച്ച് താമസിച്ചു പോയി. താമസിച്ചാലും ഞങ്ങൾ സമയത്തിനെത്തി. സംശയമുണ്ടോ? ആരാ നിങ്ങളൊക്കെ? ഈ ബോഡി ഗാർഡിന്റെ ബോഡി ഗാർഡാ. ഇവന്മാരെയൊക്കെ വേഗം പിടിക്കടാ. അടിപൊളി ഹണി, അവസാനം നിങ്ങൾ ചജ്ജു ചാപ്രിയെ പിടിച്ചല്ലോ. ഞാൻ തനിച്ചല്ല സാർ പിടിച്ചത്, എന്റെ കൂട്ടുകാർ വന്നതുകൊണ്ടാണ് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞത്. കാരണം അതിന് സഹായിച്ചത് ഇതാ ഇവരാണ്. ക്രെഡിറ്റ് തരികയാണെങ്കിൽ മൊത്തത്തിൽ തരാൻ നോക്കണേ. മാളിൽ ഷൂട്ടിംഗ് മുതൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ മറഞ്ഞു നിന്ന് തന്നെ സഹായിക്കായിരുന്നു. സംശയമുണ്ടോ? ആനയെ എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ ബോഡി ഗാർഡാണ്. ഇല്ല സാറേ, ഞങ്ങൾക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ല. താങ്കൾ ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് പ്രൊഫഷണൽ ബോഡി ഗാർഡിനെ വിളിക്കേ. ആ, ഇതും ശരി തന്നെയാണ്. നിങ്ങളുടെ പേടിപ്പിക്കുന്ന വീഡിയോ എടുക്കുന്ന തമാശ കഴിഞ്ഞെങ്കിൽ വേഗം വാ, നമുക്ക് ജീവനെ കൊണ്ട് ഓടാം. കൊച്ചലിയ, ആ ക്യാമറക്ക് വേണ്ടി ആ പ്രയത്തിന്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് വേറെ പുതിയ ക്യാമറ വാങ്ങിച്ചാ പോരായിരുന്നോ? എന്റെ ഹണി, ഈ ക്യാമറ ഓൺ ആയിരുന്നു. മാത്രമല്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട് ഇതിലെല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട്. ഇതില് പ്രേതങ്ങൾ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവരുടെ ശബ്ദം ഉണ്ടല്ലോ, നീ കണ്ടോ? ഈ വീഡിയോ ഒരുപാട് ഹിറ്റ് ആവും. ഇനി ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ വീഡിയോയുടെ എൻഡിൽ മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിന്റെ അഡ്രസ് കൊടുത്തേക്കാം. സംശയമുണ്ടോ? നമ്മുടെ കന്നാ സാറ് എവിടെ? അയ്യോ! എന്നാ സാറേ, ഓടിക്കോ. നിനക്ക് എന്ത് പറ്റി ഹണി? പേടിച്ച് പേടിച്ച് നിനക്ക് അവസാനം വട്ടായോ? ഏയ്, എന്താ ഇത്? കട്ട് കട്ട് കട്ട്. എടോ, ഇയാള് ഹീറോയെ തല്ലുകയാണ്. ഹീറോയെ തല്ലാൻ പാടില്ല. അല്ല, ആരാ അയാള്? എന്റെ പേര് ചച്ചു ചോപ്രി. ഞാനിടുന്ന ചെരുപ്പ് കോലാപൂരി. ഇയാള് ഗാങ്സ്റ്റർ ആണ്. എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രക്ഷിക്കണേ! മാറി നിൽക്ക്. ഇന്ന് ഞാൻ അവനെ കിഡ്നാപ്പ് ചെയ്തിരിക്കും. അണി, നീ എന്താണ് ഈ സൈക്കിള് തലതിരിച്ചോടിക്കുന്നത്? എടാ കർത്ത, എന്റെ സുഹൃത്തെ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ള മൂഡിലാണ്. ഏ? അണി, ഈ സ്റ്റാൻഡ് ഒന്ന് താഴേക്കാക്ക്. ഞാനും അതിനെ ശ്രമിക്കുന്നത്. നിനക്ക് കുറച്ചുകൂടെ ഭാരം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നേരെ താഴേക്ക് തന്നെ വന്നേനെ.
നിനക്കെന്താടാ ബുദ്ധിയില്ലേ? അയ്യോ ഇല്ല. അല്ല ഇതെന്താ ബോസ് ബോധം കെട്ട് വീണു. വേഗം ഇദ്ദേഹത്തെ എഴുന്നേപ്പിക്ക്, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. അയ്യോ സോറി അറിയാത്ത സംഭവിച്ചതാണ്. നിൽക്ക്, ഞാൻ മാപ്പ് ചോദിക്കാം. താങ്ക് യു. നീ എന്നെ കിഡ്നാപ്പുകാരിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അതെയോ? ഞാൻ രക്ഷപ്പെടുത്തിയ കാര്യം ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ആ, ഹേ, ഹേ. ആ, ഊ. ദാ, അവരിതേ പിണ്ടം പണ്ഡിറ്റിനെ കൊണ്ട് പോവുക. അയാളെ പോയി രക്ഷിക്ക്. അവിടെ നിക്ക്. വാവ്, എന്തൊരു ബോഡി കേടാ ഞാൻ. ഈ വടി കൊണ്ട് തന്നെ ഞാൻ വെടിവെച്ചു. എന്റെ പേര് ചന്തു ചപ്രി. ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരി. ആശ മാറിയെന്നോ? ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്റെ അളിയൻ തനിച്ചാണെന്ന് കരുതിയോ?